പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ബലഹീനരും പാപികളുമായ നമ്മുടെ മേൽ തൻ്റെ അനുഗ്രഹങ്ങളും കരുണകളും രണ്ട് ലോകങ്ങളിലും ചെറിയപ്പെടുമാറാകട്ടെ. ആമേൻ. ഈ യോഗം ഉദ്ഘാടനം ചെയ്ത നമ്മുടെ പ്രസിഡന്റ് അഭിനയ തീമോത്തിയോസ് തിരുമേനി, ഇതിൻ്റെ ഇപ്പോഴത്തെ സാരഥ്യം വഹിക്കുന്ന ബഹുമാനപ്പെട്ട അതിരമ്പുഴയച്ചൻ, പ്രിയ മോഡറേറ്റേഴ്സ്, കർത്താവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, പ്രത്യേകാൽ ഇന്ന് ആരംഭിക്കുന്ന വായനകൾക്ക് നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം 24 മുതലുള്ള വാക്യങ്ങളെ സംബന്ധിച്ചുള്ള ചില ആശയപരമായും ഭാഷാപരമായുമുള്ള കാര്യങ്ങൾ വിശദീകരിക്കുവാനാണ് പരിശ്രമിക്കുന്നത്. നമ്മുടെ ഒരു ഭാഗം 27-ാം വാക്യത്തിൽ 26-ാം വാക്യത്തിൽ ഗലീലായ്ക്കക്കരെ ഗദരയുടെ ദേശത്ത് വന്നു. ഗദരയർ എന്ന വാക്ക് നമ്മുടെ പരിഭാഷയിലും അതുപോലെ നമ്മുടെ സത്യവേദ പുസ്തകത്തിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഗലീലായ്ക്ക് നേരെയുള്ള ഗരദേശത്ത് എന്ന് സത്യവേദ പുസ്തകത്തിൽ കാണുന്നു. POCയില് അത് ആ പ്രദേശത്തെ സംബന്ധിച്ച് പറയുന്നത് ഗസേനർ എന്നാണ്. അവർ പക്ഷെ അതിന് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, ഗദറായരുടെ ദേശത്ത് എന്നും ഗർസേനയരുടെ നാട്ടിലെന്നും ഒക്കെ ഇത് പറയുന്നുണ്ട് എന്ന് അവർ പറയുന്നുണ്ട്. ഏതായാലും യോർദാൻ നദിയുടെ കിഴക്ക് ഭാഗത്തുള്ള ഒരു പ്രദേശത്തെയാണ് ഈ പേര് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ സ്ഥലത്തിന് പല വിധത്തിൽ പേര് അറിയപ്പെടുന്നുണ്ട് എന്നുള്ളത് പ്രാഥമികമായിട്ട് നാം മനസ്സിലാക്കുക. അത് കഴിഞ്ഞിട്ട് ആ 27-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, താൻ കരയിലേക്ക് വന്നപ്പോൾ വളരെ കാലമായി പിശാച് ബാധിച്ചിരുന്ന ഒരു മനുഷ്യൻ പട്ടണത്തിൽ നിന്നും തനിക്ക് നേരെ വന്നു. ആ ഭാഗം സത്യവേദ പുസ്തകത്തിൽ കാണുന്നത് ബഹുകാലമായി ഭൂതങ്ങൾ ബാധിച്ചൊരു മനുഷ്യൻ പട്ടണത്തിൽ നിന്ന് വന്ന് എതിർപ്പെട്ടു എന്നാണ്. അത് വളരെ പഴയതും ഒരു ഇപ്പോഴത്തെ ഭാഷാ രീതിയിൽ പറഞ്ഞാൽ വളരെ വികലവുമായ ഒരു പരിഭാഷയായിട്ട് വേണം നമുക്കതിനെ കാണുവാൻ. അതുകൊണ്ട് വിശുദ്ധ ഗ്രന്ഥത്തിന്റെ പരിഭാഷയാണ് നാം സാധാരണ ഉപയോഗിച്ചു വരുന്ന ഇതിനേക്കാൾ നന്നായിരിക്കുന്നത്. ബഹുകാലമായി എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് തനിക്ക് പിശാച് ബാധിച്ചിരുന്ന ഒരു മനുഷ്യൻ പട്ടണത്തിൽ നിന്നും തനിക്ക് നേരെ വന്നു. പിന്നെ അവനെക്കുറിച്ചുള്ള വിശേഷണങ്ങളെല്ലാമാണ്. അത് നമ്മൾ ആ ഭാഗം വായിക്കുമ്പോൾ മനസ്സിലാകും. അവൻ വസ്ത്രം ധരിച്ചിരുന്നില്ല, വീട്ടിൽ പാർത്തിരുന്നില്ല, കല്ലറകൾക്കിടയിലായിരുന്നു അവൻ്റെ വാസം എന്നും
കൃത്യമായിട്ട് ആ വ്യക്തിയെക്കുറിച്ചുള്ള വിശേഷണങ്ങൾ നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുവാനായിട്ട് സാധിക്കും. ഇനിയും നാം മുന്നോട്ട് വരുമ്പോൾ 28-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ശ്രദ്ധയിൽപ്പെടേണ്ട ഒരു കാര്യം, അവൻ യേശുവിനെ കണ്ടിട്ട് നിലവിളിച്ച് അവനെ നമസ്കരിച്ചു. ഈ പിശാചു ബാധിതൻ യേശുവിനെ കണ്ട് നമസ്കരിച്ചു എന്നാണ് അവിടെ പറയുന്നത്. എന്നാൽ വിശുദ്ധ ഗ്രന്ഥത്തിൽ അങ്ങനെയല്ല പറയുന്നത്. യേശുവിനെ കണ്ട് അവന്റെ പാദത്തിങ്കൽ വീണു. അവനിലുണ്ടായിരുന്ന അശുദ്ധാത്മാക്കൾക്ക് യേശു തമ്പുരാന്റെ ദൈവത്വം തിരിച്ചറിയാൻ സാധിച്ചത് കൊണ്ട് ആ പിശാചുക്കൾ തൻ്റെ പാദത്തിങ്കൽ വീണു. മഹോന്നതനായ ദൈവത്തിന്റെ പുത്രനായ യേശുവേ എന്ന് അവർ കർത്താവിനെ സംബോധന ചെയ്യുന്നതും ഒക്കെയാണ് അവിടെ പറയുന്നത്. ഇനി അത് കഴിഞ്ഞ് 29-ാം വാക്യത്തിന്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ, ആ പിശാചിനാൽ വിജന പ്രദേശത്തെ നയിക്കപ്പെടുകയും ചെയ്തു പോന്നു. അതാ മനുഷ്യന്റെ അവസ്ഥയെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. അവിടെ പിശാച് അവനെ നയിച്ചുകൊണ്ട് പോകുന്നതിനെ സംബന്ധിച്ച് പറയുന്നത്, അവനെ കാടുകളിലേക്ക് നയിക്കുകയും ചെയ്തു എന്നാണ്. കാടുകളിലേക്ക് നയിച്ചു എന്നുള്ളത് ആ ഭൂപ്രദേശത്തെ അറിയുന്നവർക്കറിയാം. അവിടെ കാടുകളിലേക്ക് നയിക്കുക എന്നുള്ളത് സാധാരണഗതിയിൽ അസാധ്യമാണ്. കാരണം അവിടെ നമ്മുടെ മലയാളികളോട് കാടെന്ന് പറയുമ്പോൾ മനസ്സിലാകുന്ന പശ്ചാത്തലത്തിലല്ല, അത് കാണാൻ സാധിക്കത്തില്ല. മാത്രവുമല്ല, കൃത്യമായിട്ടുള്ളതിൻ്റെ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നതനുസരിച്ചാണ് വിജനപ്രദേശത്തേക്ക് കൊണ്ടുപോയി എന്നുള്ളതാണ്. ഇനി അടുത്തത് അവിടെ ഒരു പിശാചുക്കളുടെ സംഖ്യയെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. അവിടെ കർത്താവ് അവനോട് ചോദിക്കുമ്പോൾ യേശു അവനോട് നിന്റെ പേരെന്ത് എന്ന് ചോദിച്ചു. അനേകം ഭൂതങ്ങൾ അവനെ ബാധിച്ചിരുന്നത് കൊണ്ട് ലഗിയോൻ എന്ന് അവൻ മറുപടി പറഞ്ഞു. ലഗിയോൻ. അപ്പോൾ ലഗിയോൻ എന്നുള്ള വാക്കാണ് രണ്ട് പരിഭാഷകളിലും ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ലഗിയോൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതായത് അത് ഗ്രീക്ക് ഭാഷയിൽ നിന്ന് ലത്തീൻ ഭാഷയിലേക്ക് വന്ന ഒരു വാക്കാണ്. അത് ബൈബിളിലൂടെ നമ്മുടെ മലയാളത്തിലേക്കും ഒക്കെ വന്നിട്ടുണ്ട്. ഒരു ലഗിയോൻ എന്ന് പറഞ്ഞാൽ സൈന്യ സമൂഹത്തിൽ ഉപയോഗിക്കുന്ന ഒരു സംഖ്യയാണ്. അതായത് 6000 പടയാളികൾ അടങ്ങുന്ന ഒരു പട്ടാള കൂട്ടത്തിനാണ് ലഗിയോൻ എന്ന പേര് പറയുന്നത്. അപ്പോൾ എത്രമാത്രം ഭീകരമായ ഒരവസ്ഥയാണ് ആ പിശാചുബാധിതനുള്ളത് എന്ന് മനസ്സിലാക്കുവാനായിട്ടാണ് ആ പദം തന്നെ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ബൈബിളില്. അത് അങ്ങനെ ഉപയോഗിച്ചിരിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം വളരെ ശക്തമായ പിശാചുബാധ എന്ന് മാത്രവുമല്ല, അതിൻ്റെ അവസാനം വരുമ്പോൾ കർത്താവ് ഒരു വാക്ക് പറയുമ്പോൾ ഇത്രയും ശക്തമായ ഈ സമൂഹം ആ വ്യക്തിയിൽ നിന്ന് പൈശാചിക സമൂഹം അല്ലെങ്കിൽ അവൻ്റെ രോഗത്തിൻ്റെ അവനിൽ ബാധിച്ചിരിക്കുന്ന ആ അശുദ്ധാത്മാക്കൾ കർത്താവിൻ്റെ ഒറ്റ വാക്കിൽ വിട്ടുപോവുകയാണ്. അതായത് നാം മനസ്സിലാക്കേണ്ടത് 6000 പേരടങ്ങുന്ന ഒരു ലഗിയോനെ ഒഴിവാക്കുവാൻ കർത്താവിൻ്റെ ഒരു വാക്കിന് ശക്തിയുണ്ട് എന്നുള്ളത് അവിടെ വെളിപ്പെടുത്തുകയാണ്. അപ്പോൾ താൻ ദൈവമാണ് എന്ന് പിശാചുബാധിതനിൽ
ഉണ്ടായിരുന്ന പിശാചുക്കൾ ഏറ്റുപറയുന്നു. അത് തെളിയിക്കുമാറ് കർത്താവ് ഒരു വാക്ക് പറയുമ്പോൾ ആ പിശാചു ബാധിതൻ അവനിൽ നിന്ന് ഒഴിഞ്ഞു പോവുകയും ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ അവനെ പന്നിക്കൂട്ടത്തിൽ കയറി അത് തടാകത്തിൽ വീണ് ശ്വാസം മുട്ടി ചത്തു. അത് കണ്ടിട്ട് മേയ്ക്കുന്നവരൊക്കെ പോയി കർത്താവിനെ കുറിച്ച് പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും വിശദമായി വിവരങ്ങളൊക്കെ അറിയിച്ചു. ആളുകൾ കർത്താവിന്റെ സന്നിധിയിൽ വന്നപ്പോൾ അവർ കാണുന്ന ഒരു അത്ഭുത കാഴ്ചയുണ്ട്. ആ മനുഷ്യൻ 35-ാം വാക്യം, ആ മനുഷ്യൻ വസ്ത്രം ധരിച്ച് അടക്കമുള്ളവനായി യേശുവിൻ്റെ പാദത്തിങ്കൽ ഇരിക്കുന്നതായിട്ട് അവർ കണ്ടു. എത്രമാത്രം മാറ്റമാണ് ആ മനുഷ്യനിൽ ഉണ്ടായത് എന്നുള്ളത് നാം ശ്രദ്ധിക്കുക. അത് പഴയ പരിഭാഷയിൽ പറഞ്ഞത് അവൻ വസ്ത്രം ധരിച്ചും സുബോധം പൂണ്ടും യേശുവിൻ്റെ കാൽക്കൽ ഇരിക്കുന്നത് കണ്ടു എന്നാണ്. അപ്പോൾ ഇതിലേക്ക് ഇനി മുന്നോട്ട് പോകുന്നതിന് മുമ്പ് അവിടെ ഈ പിശാചും കർത്താവും കൂടുള്ള സംസാരത്തിൽ 28-ാമത്തെ വാക്യത്തിൽ ഒരു പരിഭാഷ പിശകുണ്ട്. എനിക്കും നിനക്കും തമ്മിൽ എന്ത് എന്ന് പിശാച് ചോദിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ അത് സുറിയാനി പരിഭാഷയിൽ അത് അങ്ങനെ അല്ല നമ്മൾ കാണുന്നത്. മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്രനായ യേശുവെ, ഞങ്ങൾക്കും അങ്ങേക്കും എന്ത്? അങ്ങ് എന്നെ ദണ്ഡിപ്പിക്കരുതേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ മലയാളം പരിഭാഷയിൽ ഈ പിശാചിന്റെ മേലും സർപ്പത്തിന്മേലും പ്രകൃതി വിഭവങ്ങൾ മേലും പ്രകൃതി ശക്തികൾക്ക് മേലും ഒക്കെ അധികാരമുള്ള യേശുവിനെയാണ് വേദപുസ്തകം അവതരിപ്പിക്കുന്നതും നമ്മളുടെ ധ്യാനത്തിനായിട്ട് സമർപ്പിച്ചിരിക്കുന്നത്. പക്ഷെ ഇവിടെ പിശാച് ചോദിക്കുക, എനിക്കും നിനക്കും തമ്മിലെന്നത്. പിശാച് ബാധയിൽ നിന്ന്, സാത്താന്യ ശക്തിയിൽ നിന്ന് മനുഷ്യനെ വേർപെടുത്തുക എന്നുള്ള ആ ഒരു ദൗത്യമാണ് കർത്താവിനുള്ളത്. അവിടെ എനിക്കും നിനക്കും തമ്മിലെന്ന് പറഞ്ഞാൽ ഇത് പാരലായിട്ട് കൊണ്ടുപോകാവുന്ന ഒരു കാര്യമല്ല. അപ്പൊ അതുകൊണ്ടാണ് കർത്താവ് നമ്മുടെ വിശുദ്ധ ഗ്രന്ഥ പരിഭാഷകളിൽ നമുക്ക് ഈ തമ്മിൽ എന്നുള്ള വാക്കില്ല. ഇനി അത് തന്നെ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ കാനാവിൽ കർത്താവിനെ കുറിച്ച് പറയുന്നിടത്തും മാതാവിനെ കുറിച്ചുള്ള ബന്ധത്തിലും എനിക്കും നിനക്കും തമ്മിൽ എന്തെന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ പരിഭാഷാപരമായിട്ടുണ്ടായിരിക്കുന്ന ചില വ്യതിയാനങ്ങളാണ് എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ ആ ഭാഗം വിടുകയാണ്. ഇനിയും അതിനിടയ്ക്ക് ഒരു സംഭവം ഉണ്ടാകുകയാണ്. സംഘാലയ പ്രമാണി ഈ സംഭവം നടക്കുന്ന സമയത്ത് 40-ാം വാക്യത്തിൽ യായിറോസ് എന്നു പേരുള്ള ആ സംഘാലയ പ്രമാണി, അദ്ദേഹത്തിന്റെ മകൾ 12 വയസ്സായ ഒരു പെൺകുട്ടി കഠിനമായ രോഗം ബാധിച്ച് സൗഖ്യത്തിനായിട്ട് കർത്താവിനെ സമീപിക്കുന്നു. പഴയ പരിഭാഷയിൽ ഞാൻ പലപ്പോഴും ഓർപ്പിക്കുന്നത് പോലെ അവരെ പള്ളിപ്രമാണി എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പള്ളി എന്നുള്ള വാക്കല്ല. POC ബൈബിളിലാണെങ്കിൽ അത് സിനഗോഗ് എന്ന് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സിനഗോഗ് എന്ന് പറഞ്ഞാൽ സംഘാലയം. പ്രാദേശികമായിട്ട് യഹൂദന്മാർ വേദവായനയ്ക്കും പ്രാർത്ഥനയ്ക്കും പ്രവാചകന്മാരിൽ നിന്ന് കേൾക്കുന്നതിനും വേണ്ടി, അല്ലെങ്കിൽ സമൂഹത്തിലെ നേതാക്കന്മാരിൽ നിന്ന് തിരുവചനത്തിൽ നിന്ന് കേൾക്കുന്നതിന് വേണ്ടി വന്ന് കൂടുന്ന സ്ഥലം സിനഗോഗാണ്, അല്ലെങ്കിൽ സംഘാലയമാണ്. ഇവിടെ തെറ്റായിട്ട് പള്ളിപ്രമാണി എന്ന് ഉപയോഗിച്ചിരിക്കുന്നു. അത് നാം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അടുത്ത ഘട്ടത്തിലേക്ക് പോകട്ടെ. അപ്പോൾ ഈ യായിറോസ് യേശുതമ്പുരാൻ്റെ അരികെ വന്നിട്ട് ഇവന്റെ ഭവനത്തിലേക്ക് ചെന്ന് മകളെ സൗഖ്യപ്പെടുത്തണം എന്നാണ് ആവശ്യപ്പെടുന്നത്. അപ്പോൾ കർത്താവും കൂടെയുള്ള ജനക്കൂട്ടവും കൂടെ യായിറോസിന്റെ ഭവനത്തിലേക്ക് പോവുക. അതിനിടയ്ക്ക്
അവിടെ ചെല്ലുന്നതിന് മുമ്പ് മറ്റൊരു സംഭവം ഉണ്ടായി. ഒരു സ്ത്രീ കർത്താവിൻ്റെ സമീപത്ത് വന്ന രക്തസ്രാവക്കാരിയായ ഒരു സ്ത്രീ, അത് 12 സംവത്സരമായി രക്തസ്രാവം ബാധിച്ചിരുന്നവളും എന്നാണ് അവളെക്കുറിച്ച് വിശേഷിപ്പിക്കുന്നത്. അവളും കർത്താവിൻ്റെ കുപ്പായത്തേൽ തൊട്ടു, അവൾക്ക് സൗഖ്യം പ്രാപിച്ചു. ഈ ജനക്കൂട്ടത്തിന്റെ ഇടയ്ക്ക് കർത്താവ് തിരിഞ്ഞു നിന്ന് ചോദിക്കുകയാണ്, എന്നെ തൊട്ടതാരെ? ഈ സ്ത്രീ മിണ്ടുന്നില്ല, പരിഭ്രമിച്ച് നിൽക്കുക. പരിഭ്രമിക്കാനുള്ള കാരണം എന്നാണെന്നറിയാവോ? പഴയ നിയമ പ്രമാണമനുസരിച്ച് രക്തസ്രാവക്കാരെ അശുദ്ധരാണ്. അപ്പോൾ അശുദ്ധരായിട്ടുള്ളവരെ പൊതുസമൂഹത്തിൽ ഇറങ്ങി വരാൻ പാടില്ല. അപ്പോൾ ആരെ സ്പർശിക്കുവാനും പാടില്ല. അപ്പോൾ യേശുവിനെ സ്പർശിച്ചു, അവൾക്ക് സൗഖ്യം കിട്ടി, ഒക്കെ ശരിയാണെങ്കിലും അവളെ സമൂഹത്തിന്റെ ശിക്ഷ ഭയപ്പെട്ട് അവൾ മിണ്ടാതെ പതിയെ പരിഭ്രമിച്ച് അവിടെ നിൽക്കുകയാണ്. അപ്പോഴാണ് അവിടെ മറ്റൊരു സംഭവം ഉണ്ടാകുന്നത്. അവിടെ ആരും മറുപടി പറയുന്നില്ല. തത്സമയത്ത് പത്രോസും കൂടെ ഉള്ളവരും കർത്താവിനോട് ചോദിക്കുന്നുണ്ട്, ഈ ജനക്കൂട്ടത്തിൽ ആരാ നിന്നെ തൊട്ടതെന്ന് ചോദിച്ചാൽ എങ്ങനെ അവർക്ക് അതിന് മറുപടി പറയാൻ പറ്റും? ഇനി അതേക്കുറിച്ച് പറയുന്നിടത്ത് ഒരു പരിഭാഷ വ്യത്യാസമുണ്ട്. പത്രോസ് പറഞ്ഞു എന്നാണ് POC ബൈബിളിൽ പറയുന്നത്. എന്നാൽ പത്രോസ് പറഞ്ഞു എന്നല്ല, പത്രോസും കൂടെയുള്ളവരും എന്ന കൃത്യമായിട്ട് സുറിയാനി വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്. അവിടുത്തെ സുറിയാനി പ്രയോഗം ശെമോൻ കീഫോ വദ ആമേ, അതായത് സൈമൺ പീറ്റർ ആൻഡ് the people with him, ശെമോൻ പത്രോസും കൂടെയുള്ളവരും. അത് വിശുദ്ധ ഗ്രന്ഥത്തിലും സത്യവേദ പുസ്തകത്തിലും ശെമോൻ പത്രോസും കൂടെയുള്ളവരും എന്ന് തന്നെയാണ് പറഞ്ഞത്. പക്ഷെ കത്തോലിക്ക ബൈബിളിൽ അത് പത്രോസ് പറഞ്ഞു എന്നാണ് ചേർത്തിരിക്കുന്നത്. ഈ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കുക. എന്നിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. അവിടെ ഈ സ്ത്രീ ഇത്രയും സംഭവം കഴിഞ്ഞപ്പോൾ അവൾ വളരെ പരിഭ്രമത്തോടുകൂടി കർത്താവിൻ്റെ ഒരിക്കൽ വന്നപ്പോൾ കർത്താവ് അവളെ അംഗീകരിക്കുകയാണ്. അവളുടെ സൗഖ്യത്തെ കർത്താവ് അംഗീകരിക്കുന്നു. അവൾ വിറയലോടെ വീണ് തന്നെ വന്ദിച്ചു. എന്ത് കാരണം നിമിത്തമാണ് അവൾ തന്നെ തൊട്ടതെന്നും അവൾക്ക് അങ്ങനെ പെട്ടെന്ന് സൗഖ്യം ലഭിച്ചുവെന്നും സർവഭവനത്തിന്റെ മുമ്പിൽ വെച്ച് അവൾ പറഞ്ഞു. യേശു അവളോട്, എൻ്റെ മകളെ, നീ ധൈര്യമായിരിക്കുക, നിന്റെ വിശ്വാസം നിന്നെ ജീവിപ്പിച്ചിരിക്കുന്നു, നീ സമാധാനത്താലെ പൊയ്ക്കൊള്ളുക എന്ന് പറയുന്നു. അസ്പർശനീയതയുടെ ആ വേലിക്കെട്ടിൽ ഇത്രയും കാലം 12 വത്സരം ജീവിച്ചിരുന്ന ഒരു സ്ത്രീക്ക് കർത്താവ് സ്പർശനം കൊണ്ട് തന്നെ സൗഖ്യം നൽകി സമൂഹ ഭ്രഷ്ടിൽ നിന്ന് അവളെ രക്ഷിക്കുന്നതായിട്ട് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും. ഇന്ന് മാത്രവുമല്ല, അവിടെ ഭാഷാപരമായിട്ട് 1-2 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പഴയ പരിഭാഷയിൽ മകളെ എന്നേ പറയുന്നുള്ളൂ. പക്ഷെ സുറിയാനിയിലെ എൻ്റെ മകളെ എന്നാണ് കർത്താവ് അവളെ സംബോധന ചെയ്യുന്നത്. എൻ്റെ മകളെ, നീ ധൈര്യമായിരിക്കുക. അപ്പോൾ കർത്താവിന് പ്രിയപ്പെട്ട ഒരു വ്യക്തിയായിട്ട് ആ സ്ത്രീയെ സംബോധന ചെയ്യുന്നിടത്ത് തന്നെ അവിടെ ആരംഭിക്കുകയാണ്, എൻ്റെ മകളെ, നീ ധൈര്യമായിരിക്കുക. അവൾ കാണിച്ച വിശ്വാസത്തിൻ്റെ മാഹാത്മ്യത്തെ കർത്താവ് അവിടെ പ്രകീർത്തിക്കുന്നതായിട്ടും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇനിയും നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ ഈ
കർത്താവിന്റെ യാത്ര തുടരുകയാണ് യായിറോസിന്റെ ഭവനത്തിലേക്ക്. അപ്പോൾ ആ യായിറോസിന്റെ ഭവനത്തിനെ സമീപിക്കുന്നതിന് മുമ്പ് തന്നെ അവിടുന്ന് യായിറോസിന്റെ ഭവനത്തിൽ നിന്നും വീട്ടിൽ നിന്നും ഒരുവൻ വന്ന അയാളോട് പറഞ്ഞു, മകള് മരിച്ചുപോയി, ഇനിയും ഗുരുവിനെ ബുദ്ധിമുട്ടിക്കേണ്ടതില്ല എന്ന്. അപ്പോൾ യായിറോസിന്റെ ഭവനത്തിൽ നിന്ന് വന്നു എന്നുള്ളത് പഴയ പരിഭാഷയിൽ ഇല്ല. അത് പോകട്ടെ, അത് യായിറോസിന്റെ ആളുകളിൽ ഒരാൾ വന്നു എന്നുള്ള അർത്ഥത്തിൽ അങ്ങനെയല്ല. യായിറോസിന്റെ ഭവനത്തിൽ തന്നെ ഒരാൾ വന്നു എന്നാണ് അവിടെ പറയുന്നത്. അവരകത്തേക്ക് കയറി. അവിടെ ചെല്ലുമ്പോൾ കൂടെയുള്ള ജനക്കൂട്ടത്തെയൊക്കെ ഉപേക്ഷിച്ചിട്ട് യാക്കോബും യോഹന്നാനും പത്രോസും കർത്താവും ആ ബാലികയുടെ മാതാപിതാക്കളും മാത്രമായിട്ട് ഉള്ളിലേക്ക് കടന്നിട്ട് അവളെ വിളിച്ചെഴുന്നേൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ബാലിക മരിച്ചിട്ടില്ല, അവൾ ഉറങ്ങുകയത്രേ. അപ്പോൾ അവിടെ ഒരു വാക്കുകളുടെ ഒരു വ്യത്യാസമുണ്ട്. ബഹുമാനപൂർവ്വം അല്ലെ ആദരപൂർവ്വം ഒരാൾ മരിച്ചു എന്നുള്ളത് നമ്മൾ പറയുമ്പോൾ മലയാളത്തിലുണ്ടത് നിദ്ര പ്രാപിച്ചു എന്നാണ് പറയുന്നത്. എന്നാൽ വാക്കിന്റെ അർത്ഥം നോക്കിയാൽ നിദ്ര പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ ഉറങ്ങുന്നേ അർത്ഥമുള്ളൂ. ഈ വാക്കിന്റെ രണ്ടർത്ഥങ്ങൾ കർത്താവ് അവിടെ സമർത്ഥമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അവൾ മരിച്ചിട്ടില്ല, അവൾ ഉറങ്ങുകയാണ് എന്ന് പറഞ്ഞാൽ അവിടെ ഈ മരണം താൽക്കാലികമാണ് എന്നുള്ളത് കൊണ്ട് അർത്ഥത്തിലാണ് കർത്താവ് ഒരു ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നത് പോലെ അവൾ കർത്താവിന്റെ ശബ്ദം കേട്ട് എഴുന്നേൽക്കും എന്ന് പറഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ അവനെ പരിഹസിച്ചു എന്നാണ് പറയുന്നത്. എന്നിട്ട് കർത്താവ് പറയുകയാണ്, ബാലികയെ എഴുന്നേൽക്കുക. അതിൻ്റെ പഴയ മലയാള പരിഭാഷ വളരെ വികലമാണ്. ബാലേ എഴുന്നേൽക്കൂ, എഴുന്നേൽക്ക എന്ന് അവളോട് ഉറക്കെ പറഞ്ഞു. അവിടെ അങ്ങനെ ഉറക്കെ പറഞ്ഞെന്നൊന്നും ഒറിജിനൽ ഭാഷയിലില്ല. ബാലെ എഴുന്നേൽക്ക എന്ന് ആ മുറിക്കകത്ത് നിന്ന ആളുകൾ കേട്ട് കാണും. അതല്ലാതെ ഉറക്കെ പറഞ്ഞു എന്നുള്ള ഒരു പദപ്രയോഗം സുറിയാനി മൂലത്തിൽ ഇല്ല എന്നുള്ളത് നാം ശ്രദ്ധിക്കുക. അവളുടെ മാതാപിതാക്കൾ അത്ഭുതപ്പെട്ടു. ഇനിയും അവിടെ ഒരു വാക്ക് 47-ാമത്തെ 47-ഉം 48-ഉം വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അവിടെ ഈ മലയാള പഴയ പരിഭാഷയിൽ നീ ധൈര്യമായിരിക്കുക എന്ന് പറയുന്ന വാക്കില്ല. അത് ഞാൻ മുമ്പേ പറയാൻ വിട്ടുപോയത് ആവർത്തിച്ച് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ട് ഇന്നത്തെ ചിന്തകൾ ഇവിടെ അവസാനിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അതായത് രക്തസ്രാവക്കാരിയായ സ്ത്രീയോട് പറയുമ്പോൾ കർത്താവ് എൻ്റെ മകളെ നീ ധൈര്യമായിരിക്കുക. അപ്പോൾ ആ ധൈര്യമായിരിക്കുക എന്നുള്ള വാക്ക് പഴയ പരിഭാഷയിലില്ല. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കും. ഈ ധൈര്യപ്പെടുത്തലിൽ ഒരർത്ഥമുണ്ട്. കാരണം മോശയിക പ്രമാണത്തെ ലംഘിച്ചു എന്നുള്ളത് കൊണ്ട് സമൂഹം അവളെ കുറ്റപ്പെടുത്താതിരിക്കാൻ വേണ്ടിയാണ് പറയുന്നത്, നീ വിഷമിക്കേണ്ട. അവൾ അതുകൊണ്ടാണ് കർത്താവ് എന്നെ തൊട്ടത് ആരാണെന്ന് ചോദിച്ചപ്പോഴൊക്കെ രംഗത്ത് വരാതെ മാറി നിന്നത്. നീ ഭാരപ്പെടണ്ട, നീ ധൈര്യമായിരിക്കുക എന്നുള്ള അർത്ഥമുണ്ട്. പിന്നീട് ഇവിടെ മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. അതായത് കർത്താവ് ഈ അത്ഭുതം ചെയ്യുന്നത് 12 വയസ്സായ ഒരു ബാലിക മരിച്ചപ്പോഴും 12 വർഷമായിട്ട് രോഗബാധിതയായിരുന്ന ഒരു സ്ത്രീയും, ഇങ്ങനെ 2 സ്ത്രീകളോടുള്ള കരുതലും കൂടെയാണ് കർത്താവ് ഇവിടെ കാണിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു, ലൂക്കോസിന്റെ സുവിശേഷത്തിൽ സ്ത്രീകളുടെ സ്ഥാനത്തെയും അവർക്ക് കൊടുക്കുന്ന അംഗീകാരത്തെയും എവിടെയൊക്കെ ഊന്നിപ്പറയാൻ അവസരം കിട്ടിയാലും അവിടെയെല്ലാം ലൂക്കോസ് അത് എടുത്ത് സൂചിപ്പിച്ച് പറയുന്നുണ്ട്. അപ്പോൾ സഭയിൽ
സ്ത്രീകൾക്കുള്ള പ്രമുഖതയെ കർത്താവിൻ്റെ കാലത്ത് തന്നെ ഉള്ളതാണ് എന്ന് ചൂണ്ടിക്കാണിക്കുവാനായിട്ടാണ്. പക്ഷെ സമൂഹം ഇപ്പോഴും അതിനെ പൂർണ്ണമായ തുറവി വന്നിട്ടില്ല എന്നുള്ളത് വേദനാജനകമായ കാര്യമാണ്. നമ്മുടെ സഭ അതിനെ അനുകൂലമായിട്ട് നിയമനിർമ്മാണങ്ങളൊക്കെ നടത്തി സഭയെ അത് അറിയിക്കുന്നുണ്ട്. അതിലേക്ക് ഒരു കൂടുതൽ കരുതലും സ്നേഹവും അധികാരങ്ങളും അവർക്ക് പങ്കുകൊടുക്കുന്നതിനെ സംബന്ധിച്ച് അനുകൂലമായിട്ട് ഉള്ള പരാമർശനങ്ങൾ നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ കാണാം എന്നുകൂടി ഓർമ്മിപ്പിച്ച് ഇന്നത്തെ ചിന്തകൾ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.